നമസ്കാരം. ഇന്ത്യക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കയ്ക്ക് കനത്ത മറുപടി നൽകി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിരട്ടലിന് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കാൻ തയ്യാറല്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിലും പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം. ഓഗസ്റ്റ് 27-നാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% US തീരുവ നിലവിൽ വരുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദമുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ അതിനെ അതിജീവിക്കാൻ വഴി കണ്ടെത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച വ്യക്തമാക്കി. എത്ര സമ്മർദ്ദം ചെലുത്തിയാലും നമ്മൾ അതിനെ അതിജീവിക്കാൻ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ആത്മനിർഭർ ഭാരതിന് ഇന്ന് ഗുജറാത്തിൽ നിന്നും ധാരാളം ഊർജ്ജം ലഭിക്കുന്നത് 2 പതിറ്റാണ്ടിലെ കഠിന പ്രയത്ന ഫലമായാണ് അഹമ്മദാബാദിലെ പൊതുപരിപാടിയിൽ മോദി പറഞ്ഞു. ലോകത്തിന്റെ സാമ്പത്തിക സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ നയമാണ് നാം ഇന്നും ചുറ്റും കാണുന്നത്. പൗരന്മാരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് ഞാൻ രാജ്യത്തിന് ഉറപ്പ് നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജിയുടെ മണ്ണിൽ നിന്ന് ഞാൻ വീണ്ടും ഉറപ്പ് നൽകുന്നു, മോദിക്ക് നിങ്ങളുടെ താല്പര്യങ്ങളാണ് പരമപ്രധാനം. എന്റെ സർക്കാർ ഒരിക്കലും ചെറുകിട സംരംഭകർക്കോ കന്നുകാലികളെ വളർത്തുന്നവർക്കോ കർഷകർക്കോ യാതൊരു ദോഷവും വരുത്താൻ അനുവദിക്കില്ല. രാജ്യത്തെ കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരെ ദോഷമായി ബാധിക്കുന്ന ഏതൊരു നയത്തിനുമെതിരെ മോദി ഒരു മതിൽ പോലെ നിലകൊള്ളുമെന്നും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും അദ്ദേഹം ഊന്നി പറഞ്ഞിരുന്നു. ഇത് ആവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകർ, കന്നുകാലി വളർത്തുകാർ, മത്സ്യത്തൊഴിലാളികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു കരാറും ഇന്ത്യ അംഗീകരിക്കില്ല. ഇന്ത്യയുടെ മാർക്കറ്റിന്റെ കുത്തകയാണ് ഇവയ്ക്ക് മേൽ അന്യരാജ്യങ്ങളുടെ മാർക്കറ്റ് ഇവിടെ തുറന്നു കൊടുക്കാൻ അനുവദിക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായി ഇന്ത്യ അമേരിക്കയെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതിൽ ദേഷ്യപ്പെട്ടാണ്. എന്നാൽ ഇത് അംഗീകരിക്കാൻ സാധിക്കാതെയാണ് ഇന്ത്യക്ക് മേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഡൊണാൾഡ് ട്രംപ് എടുത്തത്. എന്നാൽ അത്തരത്തിലുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെ പൂർണ്ണമായും അർത്ഥത്തിൽ ആത്മനിർഭർ ഭാരത് പോലെയുള്ള ഇന്ത്യയുടെ പദ്ധതികൾ വഴി ഈ സാമ്പത്തിക സമ്മർദ്ദത്തെ അതിജീവിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. യഥാർത്ഥ ദേശീയ സ്വാഭിമാനം സ്വാശ്രയത്തിൽ ഊന്നിയിരിക്കുന്നുവെന്നും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന അപകടകരമായ ശീലങ്ങൾക്കെതിരെ ആത്മനിർഭർ ഭാരത് പദ്ധതികൾ വഴി ഇന്ത്യ മുന്നേറുമെന്നും മോദി തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അധിക ചുങ്കത്തിനുള്ള മറുപടി സ്വാശ്രയത്വമാണ്. ആത്മനിർഭർ ഭാരതാണ് ഇന്ത്യയുടെ വഴി. സ്വന്തം കഴിവിലും വിഭവങ്ങളിലും വിശ്വസിക്കാം. ഡോളറിനെയും പൗണ്ടിനെയും മാത്രം ആശ്രയിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സ്വന്തം സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും വികസിപ്പിക്കാൻ പ്രധാനമന്ത്രി യുവാക്കളോട് ആഹ്വാനം ചെയ്തു. എന്തിന് വിദേശ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കണം? സ്വന്തം ആയുധം കൊണ്ട് ശത്രുവിനെ തകർത്ത നമുക്ക് സ്വന്തം കഴിവിൽ വിശ്വസിക്കാമെന്നും മോദി പറഞ്ഞു. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി തുടർന്ന് ഇന്ത്യയിലേക്കുള്ള ചരക്കുകൾക്ക് അമേരിക്ക 25% അധിക തീരുവ ഏർപ്പെടുത്തിയിരുന്നു. ഇതോടെ മൊത്തം തീരുവ 50%-ആയാണ് ഉയർന്നത്. ഈ അപ്രതീക്ഷിത നീക്കം കാരണം ഡൽഹിയിൽ നടത്താനിരുന്ന വ്യാപാര ചർച്ചകളടക്കം മാറ്റിവെച്ചു. അതോടൊപ്പം ദീർഘകാലമായി പ്രതീക്ഷിച്ചിരുന്ന ഉഭയകക്ഷി വ്യാപാര ഉടമ്പടിയും തുലാസിലായിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ അമേരിക്കയ്ക്ക് മുൻപിൽ മുട്ടുകുത്തില്ല എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്ത്യ സ്വയം ഭരണത്തിലേക്കും പൂർണ്ണമായും അർത്ഥത്തിൽ ആത്മനിർഭർ ഭാരതിലൂടെ അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദത്തെ അതിജീവിക്കുമെന്ന് തന്നെയാണ് മോദി പറയുന്നത്.